പെരിന്തൽമണ്ണയിൽ നിന്നും ഇടുക്കിയുടെ വശ്യസൗന്ദര്യത്തിലേക്ക് ഒരു ആനവണ്ടി യാത്ര. പറഞ്ഞു വരുന്നത് KSRTC പെരിന്തൽമണ്ണ ഡിപ്പോ തയ്യാറാക്കിയ ഇടുക്കി വാഗമൺ ആനവണ്ടി യാത്രയെ പറ്റിയാണ്. പെരിന്തൽമണ്ണയിൽ നിന്നും പട്ടാമ്പി ഷൊർണൂർ വഴി ഇടുക്കിയിലോട്ടാണ് ആദ്യം എത്തിച്ചേരുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമ്മൾ പുറപ്പെടുകയാണ്. യാത്രയുടെ ഒരു ചെറു വിവരണം. നമ്മൾ നേരെ ഇവിടെ തൊടുപുഴ വഴി ആദ്യം ആനവണ്ടി ആദ്യം പ്രവേശിക്കുന്നത് ഇടുക്കിയിലെ ജലസംഭരണി, ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസംഭരണിയായ ഇടുക്കി ഡാമിലോട്ടാണ്. ഇടുക്കി ഡാമിൻ്റെ ആദ്യ കവാടമായ കുളമാവ് ഡാമിലെ ദൃശ്യം പമ്പ് ചെയ്യുന്ന അഞ്ചുരുളി ടണൽ, ഏകദേശം 5.5 കിലോമീറ്ററോളം ദൂരമുള്ള മാൻമെയ്ഡായുള്ള മനുഷ്യനിർമ്മിതമായുള്ള ഒരു ടണൽ. ഇരട്ടയാർ ഡാമിൽ നിന്നും 5.5 കിലോമീറ്റർ ദൂരത്തിൽ പാറ തുറന്നുണ്ടാക്കിയ ടണൽ. അതിൻ്റെ സൗന്ദര്യം
ഇതിലെ ബജറ്റ് ടൂറിസം സെല്ലിൻ്റെ ഭാഗമായിട്ട് പെരിന്തൽമണ്ണ ഡിപ്പോയിൽ നിന്ന് വന്നിരിക്കുന്ന ഗസ്റ്റിൻ്റെ ഒപ്പമാണ് ഞാനിന്ന് നിൽക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റും നോക്കിയാൽ മനസ്സിലാവും വാഗമൺ മെഡോസ് ആണ്. ഏകദേശം ഒരു 12 കുന്നുകൾ, മൊട്ടക്കുന്നുകൾ, അതായത് മരങ്ങളൊന്നുമില്ലാത്ത 12 മൊട്ടക്കുന്നുകളുള്ള ഒരു സംരക്ഷിത പ്രദേശമാണ് വാഗമൺ മെഡോസ്. നമ്മുടെ 12 മൊട്ടക്കുന്നുകൾ എന്ന് പറയുമ്പോൾ ഇടി പിടിക്കുന്ന പ്രദേശമാണ്. നമുക്ക് ചുറ്റും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇടിയുടെ റിഫ്ലക്ടറൊക്കെ വെച്ചിട്ടുണ്ട്, പറ്റാതിരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപകടങ്ങളൊക്കെ നടന്നൊരു സ്ഥലമാണ്. ചുറ്റും നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കുന്നിൻ്റെ ഇടഭാഗങ്ങളിൽ മാത്രമാണ് മരങ്ങളുള്ളത്. ബാക്കിയുള്ള പ്രദേശങ്ങൾ പൂർണ്ണമായും ഒരേ വലുപ്പത്തിലുള്ള ചെറു കുന്നുകളായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ നിൽക്കുന്നതിൻ്റെ ഇടതുവശത്തായിട്ട് ഒരു 3 മലനിരകൾ കാണാൻ പറ്റും. അതിന് ഏറ്റവും എൻ്റെ കൈപ്പാടിന് നേരെ നിൽക്കുന്നത് ഇസ്ലാം മതവിഭാഗത്തിൻ്റെ തീർത്ഥാടന കേന്ദ്രമായ തങ്ങൾപാറ എന്ന് പറയുന്ന കുന്നാണ്. അതിനുശേഷം മുരുകൻമല, അതിന് അങ്ങേക്കരയിലായി കാണുന്നത് കുരിശുമല. അപ്പോൾ 3 മതവിഭാഗങ്ങളും അവരുടേതായ തീർത്ഥാടന സമയങ്ങളിൽ തീർത്ഥാടനം നടത്തുന്ന ഒരു പ്രദേശം കൂടിയാണ്. അപ്പം മതമൈത്രിയുടെ ഒരു പ്രതീകം കൂടിയിട്ടാണ് നമ്മളിത് കാണുന്നത്. 1 മണിക്കൂറിന് ശേഷം വാഗമൺ മൊട്ടക്കുന്നിൽ നിന്നും ഞങ്ങൾ വാഗമൺ അഡ്വഞ്ചർ പാർക്കിലേക്ക് യാത്ര തിരിച്ചു. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ക്യാൻറ്റിലിവർ ഗ്ലാസ് ബ്രിഡ്ജ് പണിതിരിക്കുന്നത് വാഗമൺ അഡ്വഞ്ചർ പാർക്കിലാണ്. ഗ്ലാസ് ബ്രിഡ്ജിനെ കൂടാതെ നിരവധിയായ ആക്ടിവിറ്റി
വാഗമണ്ണിലെയും ഉളുപ്പൂണിയിലെയും മനോഹര കാഴ്ചകൾ ഒരു ജീപ്പ് സഫാരിയോടെ ആസ്വദിച്ച് ഞങ്ങൾ തിരികെ ബസ് പോയിന്റിലെത്തി. അവിടെ വെച്ച് ഇത്രയും നല്ല കാഴ്ചകൾ ദൃശ്യവിരുന്ന് ഞങ്ങൾക്കായി സമ്മാനിച്ച KSRTC ബഡ്ജറ്റ് ടൂറിസം സെല്ലിനും അതിൻ്റെ ഭാഗമായി വന്ന പെരിന്തൽമണ്ണ യൂണിറ്റ് കോർഡിനേറ്റർ ശ്രീ ജാഫറിനും ആനവണ്ടി നയിച്ച ശ്രീ പ്രദീപിനും KTDS ജീവനക്കാരനായ ജിത്തുവിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ഇതിലും മനോഹരമായ പുതിയ പാക്കേജുകളിലൂടെ വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രത്യാശയോടെ ഞങ്ങൾ പെരിന്തൽമണ്ണയിലോട്ട് യാത്ര തിരിച്ചതോ മനോഹരം, കാണാനിരിക്കുന്നതോ അതിലും മനോഹരം.